അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തിരക്ക് പിടിച്ച ഈ ലോകത്ത് നാം പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാണ് നമ്മുടെ പഴയകാല ഓർമ്മകളും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും. മനസ്സിന് കുളിർമ നൽകുന്ന സ്നേഹത്തിന്റെ വറ്റാത്ത നീരുറവയായ ഒരു വലിയ തറവാടിന്റെയും അവിടെ എല്ലാവർക്കും തണലായി നിൽക്കുന്ന ഒരു ഉമ്മച്ചിയുടെയും കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു തറവാടും അവിടെ നമുക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു ഉമ്മച്ചിയും ഉണ്ടാകും. ആ ഓർമ്മകളിലേക്ക് നമുക്ക് ഒന്നിച്ചൊന്ന് യാത്ര ചെയ്താലോ? ആ വലിയ തറവാടിന്റെ പൂമുഖത്ത് ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു ഖദീജുമ്മ. പണ്ട് കാലം മുതലേ ആ വീടിന്റെ ഐശ്വര്യം ആ ഉമ്മച്ചിയായിരുന്നു. മുറ്റത്തെ മാവും പ്ലാവും ഒക്കെ ഉമ്മച്ചി നട്ടുനനച്ച് വളർത്തിയതാണ്. ഓരോ മരത്തിനും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ ആ തറവാടിന്റെ ഓരോ ചുവരിലും സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും ചരിത്രമുണ്ട്. പണ്ട് മക്കളെല്ലാം ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്നതും അവരെ പിടിക്കാൻ പിന്നാലെ ഓടുന്നതും ഉമ്മച്ചി ഓർത്തു. ഇന്ന് അവരെല്ലാം വലുതായിരിക്കുന്നു. പലരും ദൂരദേശങ്ങളിൽ ജോലിയുമായി കഴിയുന്നു. എങ്കിലും ആ വലിയ വീടിന്റെ ഉമ്മറത്ത് ഖദീജുമ്മ ഇരിക്കുമ്പോൾ എല്ലാവരും അവിടെ കൂടെയുള്ളതുപോലെ അവർക്ക് തോന്നും. പ്രവാസത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിന്നും മക്കൾ ഓരോരുത്തരായി വീട്ടിലേക്ക് ഓടിയെത്തുന്ന ആ ദിവസങ്ങൾ ഉമ്മച്ചിക്ക് വലിയ സന്തോഷമുള്ളവയാണ്. ഓരോ മകനും മകളും വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പാകം ചെയ്യാൻ ഉമ്മച്ചിക്ക് ഇപ്പോഴും വലിയ ആവേശമാണ്. ഉമ്മച്ചിയുടെ കൈപുണ്യമുള്ള ബിരിയാണിയുടെയും പത്തിരിയുടെയും മണം ആ വീടിന്റെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പടരും. പേരക്കുട്ടികൾ വന്നാൽ പിന്നെ വീട് മുഴുവൻ ബഹളമയമാണ്. അവർ ഉമ്മച്ചിയെ പൊതിഞ്ഞു നിൽക്കും. ഉമ്മച്ചി, ഒരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അവർ ചുറ്റും കൂടും. ഖദീജുമ്മ തന്റെ ജീവിതത്തിൽ കണ്ടതും കേട്ടതുമായ അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കും. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ആ കുടുംബം കടന്നുപോയിട്ടുണ്ട്. ഉപ്പ മരിച്ച കാലത്ത് മക്കൾ തളർന്നു പോയപ്പോൾ അവർക്ക് കരുത്തായി നിന്നത് ഉമ്മച്ചിയുടെ വാക്കുകളായിരുന്നു. തളരരുത് മക്കളെ, നമുക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച ആ കൈകൾക്ക് സ്നേഹത്തിന്റെ കരുത്തുണ്ടായിരുന്നു. കഷ്ടപ്പാടിന്റെ കാലത്തും ആരെയും വിഷമിപ്പിക്കാതെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കാൻ അവർ മക്കളെ പഠിപ്പിച്ചു. ഇന്ന് ആ മക്കൾ വലിയ നിലകളിൽ എത്തിയെങ്കിലും അവർ ഇപ്പോഴും ഉമ്മച്ചിയുടെ ആ പഴയ ശിക്ഷണത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഓരോ അവധിക്കാലത്തും ആ തറവാട് ഉണരും. മക്കളും മരുമക്കളും കുട്ടികളുമായി എല്ലാവരും എത്തുമ്പോൾ അവിടെ പെരുന്നാൾ വന്നതുപോലെയാണ്. ഉമ്മച്ചി ഓരോരുത്തരെയും നോക്കി പുഞ്ചിരിക്കും. എല്ലാവർക്കും കുടിക്കാനുള്ള ചായയും പലഹാരങ്ങളും തയ്യാറാക്കി അവർ ഓട്ടി നടക്കും. ആ പ്രായത്തിലും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണ് അവരുടെ വലിയ ആശ്വാസം. വീടിന് മുന്നിലെ റോഡിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാൽ മതി, അത് തന്റെ മക്കളാണോ എന്ന് നോക്കാൻ ഉമ്മച്ചി ഉമ്മറത്തേക്ക് ഓടിയെത്തും. അത്രമേൽ സ്നേഹത്തോടെയാണ് അവർ തന്റെ ഓരോ നിമിഷവും ജീവിക്കുന്നത്. രാത്രിയിൽ എല്ലാവരും ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഉമ്മച്ചി വിളമ്പിക്കൊടുക്കും. ആ പഴയ പാത്രങ്ങളും ആ വലിയ തീന്മേശയും കണ്ടാൽ ഒരുപാട് സന്തോഷം തോന്നും. സ്നേഹത്തിന്റെ വിളമ്പലുകൾക്കിടയിൽ മക്കൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കും. കുട്ടിക്കാലത്ത് കാട്ടിയ കുസൃതികളും അടികിട്ടിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കും. ആ ചിരികൾ തറവാടിന്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കും. ഉമ്മച്ചിയുടെ മുഖത്ത് അപ്പോൾ വിരിയുന്ന ആ സംതൃപ്തിക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. കുടുംബം ഒന്നായിരിക്കുന്നത് കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അവർ വിശ്വസിക്കുന്നു. നേരം വെളുക്കുമ്പോൾ തന്നെ ഉമ്മച്ചി എഴുന്നേൽക്കും. മുറ്റം അടിച്ചുവാരിയും ചെടികൾക്ക് വെള്ളമൊഴിച്ചും അവർ തന്റെ ദിവസം തുടങ്ങും. പ്രാർത്ഥന കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്കാണ്. മക്കൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവർക്കുള്ള കാപ്പി തയ്യാറാക്കും. ഇങ്ങനെ ഓരോ ദിവസവും സ്നേഹത്തിന്റെ പുതിയ അധ്യായങ്ങൾ ആ തറവാട്ടിൽ എഴുതപ്പെടുന്നു. ബന്ധങ്ങളുടെ ഊഷ്മളതയും വിട്ടുവീഴ്ചയുടെ ഗുണവും ആ മക്കൾ പഠിച്ചത് ആ വലിയ മനസ്സിൽ നിന്നാണ്. ആ തണൽമരം ഉള്ളിടത്തോളം കാലം ആ കുടുംബത്തിന് ഒരു കാറ്റിലും വീഴില്ലെന്ന് എല്ലാവർക്കും അറിയാം. വീടിന്റെ ഓരോ മൂലയിലും ഒരുപാട് ഓർമ്മകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മക്കളുടെ പഴയ പുസ്തകങ്ങളും അവർക്ക് കിട്ടിയ സമ്മാനങ്ങളുമെല്ലാം ഉമ്മച്ചി ഇന്നും കരുതലോടെ സൂക്ഷിക്കുന്നു. ഓരോന്നെടുക്കുമ്പോഴും അവർക്ക് ഓരോ മുഖങ്ങൾ ഓർമ്മ വരും. ദൂരെ നാട്ടിലിരിക്കുന്ന മക്കൾ ഓരോരുത്തരും സുഖമായിരിക്കണേ എന്ന് ഓരോ നിമിഷവും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവരുടെ ശബ്ദം ഒന്ന് ഫോണിലൂടെ കേട്ടാൽ മതി, ഉമ്മച്ചിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. ആ തറവാട് വെറുമൊരു കെട്ടിടമല്ല, അത് സ്നേഹത്തിന്റെ ഒരു മഹാസാഗരമാണ്. മക്കളും മരുമക്കളും തമ്മിലുള്ള സ്നേഹവും ഉമ്മച്ചിക്ക് വലിയ അഭിമാനമാണ്. എല്ലാവരും പരസ്പരം സഹായിച്ചും വിട്ടുവീഴ്ചകൾ ചെയ്തും മുന്നോട്ടു പോകുന്നത് കാണുമ്പോൾ അവർ സന്തോഷിക്കും. കുടുംബം എന്നാൽ എല്ലാവരും കൂടിച്ചേർന്ന ഒന്നാണെന്നും അതിലൊരാൾക്ക് വിഷമം വന്നാൽ അത് എല്ലാവരെയും ബാധിക്കുമെന്നും അവർ എപ്പോഴും ഓർമ്മിപ്പിക്കും. ഖദീജുമ്മയുടെ ആ നന്മയാണ് ആ വീടിന്റെ അടിസ്ഥാനം. രാത്രിയുടെ നിശബ്ദതയിൽ ആ തറവാട് ഉറങ്ങുമ്പോഴും ഉമ്മച്ചിയുടെ മനസ്സിൽ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രാർത്ഥനകളും ബാക്കിയുണ്ടാകും. ഈ തറവാടും അവിടുത്തെ സ്നേഹവും ഇനിയും തലമുറകളിലേക്ക് കൈമാറപ്പെടും. ആ ഉമ്മച്ചി പകർന്നു നൽകിയ സ്നേഹത്തിന്റെ മാധുര്യം അവരുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകും.
എവിടെ പോയാലും ഏത് നാട്ടിലായാലും ആ തറവാട്ടിലേക്കും ഉമ്മച്ചിയിലേക്കും മടങ്ങി വരാൻ മക്കൾ കൊതിക്കുന്നത് ആ സ്നേഹത്തണൽ അത്രമേൽ കുളിർമയുള്ളതുകൊണ്ടാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ആ സ്നേഹബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ അവർ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്തിന്റെ ഈ വലിയ തറവാട് എന്നും ഇതേപോലെ നിലനിൽക്കട്ടെ. പെരുമഴയത്തെന്ന പോലെ ആ തറവാട്ടിലെ അന്തരീക്ഷം എപ്പോഴും ശാന്തമായിരുന്നു. ഉമ്മച്ചി ഇടയ്ക്കിടെ അടുക്കളവാതിലിലൂടെ മുറ്റത്തെ പച്ചപ്പിലേക്ക് നോക്കും. പണ്ടുകാലത്ത് കോരിച്ചൊരിയുന്ന മഴയുള്ളപ്പോൾ മക്കൾ ഉമ്മറത്ത് വരിവരിയായി ഇരുന്ന് മഴ ആസ്വദിക്കുന്നത് അവർക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ ഓർമ്മകൾക്ക് മഴയുടെ നനവും കാറ്റിലെ തണുപ്പുമുണ്ടായിരുന്നു. മക്കൾക്ക് ചൂടുള്ള കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും വിളമ്പിയ ആ വൈകുന്നേരങ്ങൾ ഇന്നും ആ രുചികൾ മക്കളുടെ നാവിലുണ്ട്. ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഓരോ വിഭവവും സ്നേഹത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു. തറവാട്ടിലെ ഓരോ പെരുന്നാൾ കാലവും പുതിയ ഓരോ കഥകളാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതും അയൽപ്പക്കത്തെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതും ഉമ്മച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു. നമുക്ക് മാത്രമായിട്ട് എന്തിനാ മക്കളെ സന്തോഷം, മറ്റുള്ളവർക്കും കൂടി അത് പകർന്നു കൊടുക്കണ്ടേ എന്നായിരുന്നു ഉമ്മച്ചിയുടെ പക്ഷം. ആ വിശാല മനസ്കത മക്കളും പകർത്തിയെടുത്തു. ജീവിതത്തിൽ എത്ര ഉന്നതിയിലെത്തിയാലും താഴെ നിൽക്കുന്നവരെ കാണാൻ ആ ഉമ്മച്ചി അവരെ പഠിപ്പിച്ചു. ഉമ്മച്ചിയുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് പോയിരുന്ന കുട്ടിക്കാലം മക്കൾ ഇന്നും ഗൃഹാതുരത്വത്തോടെ ഓർക്കാറുണ്ട്. തറവാടിന്റെ അറ്റത്തുള്ള പഴയ മരപ്പെട്ടികളിൽ ഇന്നും ഒരുപാട് നിധികളുണ്ട്. മക്കളുടെ പഴയ ഉടുപ്പുകൾ, അവർ പഠിച്ച സ്കൂൾ പുസ്തകങ്ങൾ, ആദ്യമായി കിട്ടിയ സമ്മാനങ്ങൾ എല്ലാം ഉമ്മച്ചി അവിടെ ഭദ്രമായി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും മക്കൾ നാട്ടിലെത്തുമ്പോൾ ആ പെട്ടി തുറന്ന് അവർ പഴയ കാര്യങ്ങൾ പരതി നോക്കും. അപ്പോൾ ആ പഴയ വീടിന്റെ ഉമ്മറത്ത് കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന ശബ്ദം വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നും. കാലം എത്ര മാറിയാലും ആ തറവാടിന്റെ ആത്മാവ് മാറുന്നില്ല. അത് എന്നും ആ ഉമ്മച്ചിയുടെ പ്രാർത്ഥനകളിലും കരുതലിനും ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഉമ്മച്ചി തന്റെ ജീവിതം മറ്റുള്ളവർക്കായി ഒഴിഞ്ഞുവെച്ചു. വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് എല്ലാവരും ഉമ്മറത്ത് കൂടുമ്പോൾ അവർ ജീവിതത്തിലെ വലിയ സത്യങ്ങൾ മക്കൾക്ക് ലളിതമായി പറഞ്ഞുകൊടുക്കും. സമാധാനമായി ഉറങ്ങുന്ന ആ വീടിന്റെ കാവൽ മാലാഖയായിരുന്നു ഖദീജുമ്മ. നക്ഷത്രങ്ങൾ മിന്നുന്ന രാത്രികളിൽ ആകാശത്തേക്ക് നോക്കി അവർ തന്റെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കും. സ്നേഹത്തിന്റെ ഈ വലിയ തറവാട് എന്നും നിലനിൽക്കട്ടെ. തറവാടിന്റെ ഓരോ തൂണിലും ഓരോ കഥകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. മരപ്പണികൾ ചെയ്ത ആ പഴയ വാതിലുകൾ തുറക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം പോലും ഉമ്മച്ചിക്ക് പ്രിയപ്പെട്ടതാണ്. വീടിന് ചുറ്റുമുള്ള തൊടിയിൽ പറന്നു നടക്കുന്ന പക്ഷികളും അവിടെ വിരിയുന്ന പൂക്കളുമെല്ലാം ആ വീടിന്റെ സന്തോഷത്തിന്റെ ഭാഗമാണ്. ഉമ്മച്ചി ഓരോ ചെടിയെയും സ്നേഹത്തോടെ തലോടും. അവയോട് വർത്തമാനം പറയും. പ്രകൃതിയെ സ്നേഹിക്കാൻ അവർ മക്കളെയും പഠിപ്പിച്ചു. മുറ്റത്തെ തുളസിത്തറയിൽ സന്ധ്യാനേരത്ത് തിരി തെളിക്കുമ്പോൾ ആ വീടിന് ഒരു പ്രത്യേക ശോഭയാണ്. ആ വെളിച്ചം മക്കളുടെ ഉള്ളിലും തെളിഞ്ഞു നിൽക്കുന്നു. മക്കൾക്ക് സുഖമില്ലാതായാൽ ഉമ്മച്ചിക്ക് പിന്നെ ഉറക്കമില്ല. അവരുടെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥനകളോടെ ഇരിക്കുന്ന ആ ഉമ്മച്ചിയെ മക്കൾ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. സ്വന്തം സുഖത്തേക്കാൾ ഉപരിയായി മക്കളുടെ സുഖത്തിന് പ്രാധാന്യം നൽകിയ ഒരാൾ. അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും നല്ല നിലയിൽ എത്തിക്കാനും വേണ്ടി ഉമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ട് മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്കായി ചോറുപൊതി കെട്ടിവെക്കുന്നതും അവർ തിരിച്ചു വരുന്നത് കാത്ത് ഉമ്മറത്തിരിക്കുന്നതും എല്ലാം ഇന്നലെ നടന്നതുപോലെ അവർക്ക് തോന്നും. ആ കാത്തിരിപ്പുകൾക്ക് സ്നേഹത്തിന്റെ മണമായിരുന്നു. പുതിയ കാലത്തെ മാറ്റങ്ങൾ ആ തറവാടിനെ അധികമൊന്നും ബാധിച്ചിട്ടില്ല. ഇന്നും അവിടെ പഴയ രീതിയിലുള്ള അടുക്കളയും വലിയ കുളവുമെല്ലാം അതേപോലെ തന്നെയുണ്ട്. മക്കൾ വന്ന് ഉമ്മച്ചി നമുക്ക് ഈ വീടൊന്ന് പുതുക്കി പണിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മക്കളെ, ഈ പഴയ ചുവരുകൾക്കാണ് നമ്മുടെ കഥകൾ അറിയാവുന്നത് എന്നവർ പറയും. ആ വാക്കുകൾ കേൾക്കുമ്പോൾ മക്കൾക്കും അത് ശരിയാണെന്ന് തോന്നും. ആ തറവാടിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ അവരെല്ലാവരും തീരുമാനിക്കും. ഓരോ തവണയും നാട്ടിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ സമാധാനം മറ്റൊരു ആധുനിക വീടിനും നൽകാൻ കഴിയില്ല. അയൽപ്പക്കത്തെ കുട്ടികൾക്കും ഉമ്മച്ചി പ്രിയപ്പെട്ടവളാണ്. അവർക്ക് മിഠായികളും കഥകളും നൽകാൻ ഉമ്മച്ചി എപ്പോഴും സമയം കണ്ടെത്തും. എല്ലാവരെയും തന്റെ കുടുംബത്തിലെ അംഗങ്ങളായി കാണുന്ന ആ വലിയ മനസ്സ് എല്ലാവർക്കും മാതൃകയാണ്. നാട്ടുവിശേഷങ്ങൾ അറിഞ്ഞും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്നും അവർ തന്റെ ജീവിതം ധന്യമാക്കുന്നു. ഖദീജുമ്മ എന്ന ഉമ്മച്ചി ആ നാട്ടിലെ തന്നെ ഒരു തണൽമരമാണ്. ആ തണലിൽ ആർക്കും വന്നിരിക്കാം, സങ്കടങ്ങൾ പറയാം. ആശ്വാസത്തിന്റെ ഒരു വാക്ക് എപ്പോഴും അവിടെ ഉണ്ടാകും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉമ്മച്ചി തന്റെ പഴയ ഡയറി തുറന്നു നോക്കും. അതിൽ മക്കളുടെ ജനന തീയതികളും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയും. തന്റെ മക്കൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് പേരും പ്രശസ്തിയും നേടുമ്പോൾ അതിന്റെ പിന്നിലെ യഥാർത്ഥ കരുത്ത് ഈ ഉമ്മച്ചിയുടെ പ്രാർത്ഥനകളാണ്. ഓരോ ദിവസവും പുതുതായി എന്തെങ്കിലും നന്മ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിന്റെ ആ ഒഴുക്ക് ഒരിക്കലും നിലയ്ക്കാത്ത ഒരു നീരുറവ പോലെ ആ തറവാട്ടിൽ എന്നും നിലനിൽക്കും. പഴയ കാലത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഉമ്മച്ചിക്ക് വലിയ വൈദഗ്ധ്യമാണ്.
അച്ചപ്പവും കുഴലപ്പവും ഉണ്ടാക്കുമ്പോൾ ആ മണം വീടിന് പുറത്തേക്കും പടരും. അയൽപ്പക്കത്തെ വീടുകളിലേക്ക് അത് കൊടുത്തയക്കാൻ അവർ മറക്കില്ല. പങ്കുവെക്കുമ്പോഴാണ് സന്തോഷം കൂടുന്നത് എന്നവർ പറയും. മരുമക്കൾക്കും ഈ വിദ്യകൾ അവർ പകർന്നു നൽകും. അങ്ങനെ ആ തറവാട്ടിലെ രുചിക്കൂട്ടുകൾ തലമുറകളായി കൈമാറപ്പെടുന്നു. സ്നേഹം ചേർത്താണ് ഓരോ വിഭവവും അവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ലോകത്തിലെ ഏറ്റവും വലിയ രുചിയാണെന്ന് മക്കൾ പറയും. ബന്ധങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ആ തറവാട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒടുവിൽ ഉമ്മച്ചിയുടെ അടുത്തെത്തുമ്പോൾ അലിഞ്ഞു പോകും. എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ആ നൂൽ സ്നേഹത്തിൻ്റെതാണ്. ഉമ്മച്ചിയിരിക്കുന്ന ചാരുകസേരയുടെ അടുത്തായിരിക്കാൻ മക്കൾ മത്സരിക്കും. അവിടെ ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി വലുതാണ്. ജീവിതയാത്രയിൽ എവിടെ എത്തിയാലും അവർ തിരിഞ്ഞു നോക്കുന്നത് ഈ തറവാട്ടിലേക്കാണ്. അവിടെ സ്നേഹത്തിന്റെ വിളക്കുമായി കാത്തിരിക്കുന്ന ഉമ്മച്ചിയിലേക്കാണ്. ആ തറവാട്ടിലെ പൂമരങ്ങൾ എന്നും പൂത്തുനിൽക്കും. ഉമ്മച്ചിയുടെ സ്നേഹത്തണലിൽ ആ കുടുംബം എന്നും സുരക്ഷിതമായിരിക്കും. കടന്നു പോകുന്ന ഓരോ നിമിഷവും സ്നേഹത്തിന്റെ പുതിയ കഥകൾ അവിടെ പിറന്നുകൊണ്ടിരിക്കും. കാറ്റിലും മഴയിലും ആ തറവാട് ഒരു കോട്ട പോലെ നിലനിൽക്കും. സ്നേഹത്തിന്റെ ഈ മഹാസാമ്രാജ്യം എന്നും ഇതേപോലെ പ്രകാശിക്കട്ടെ. ഓരോ മകന്റെയും മകളുടെയും ഉള്ളിൽ ആ ഉമ്മച്ചി പകർന്നു നൽകിയ ആ സ്നേഹത്തിന്റെ ജ്വാല എന്നും കെടാതെ നിലനിൽക്കും. തറവാടിന്റെ മുറ്റത്ത് ഇന്നും കിളികൾ പാടുന്നു. ഉമ്മച്ചി തന്റെ പതിവ് പ്രാർത്ഥനകളുമായി പൂമുഖത്തിരിക്കുന്നു. തറവാട്ടിലെ ഓരോ പ്രഭാതവും ഉണരുന്നത് കിളികളുടെ ചിലക്കലുകൾക്കും ഉമ്മച്ചിയുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾക്കും ഒപ്പമാണ്. മുറ്റത്തെ ആ വലിയ കിണറ്റിലെ വെള്ളത്തിന് എപ്പോഴും ഒരു പ്രത്യേക മധുരമായിരുന്നു. ആ കുളിരുള്ള വെള്ളത്തിൽ മുഖം കഴുകി ഉമ്മച്ചി അടുക്കളയിലേക്ക് നീങ്ങും. പണ്ടുകാലത്ത് മൺപാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്തിരുന്ന ആ കരിപുരണ്ട അടുക്കളച്ചുമരുകൾക്ക് പോലും 1000 കഥകൾ പറയാനുണ്ട്. മക്കൾക്കെല്ലാം വലിയ പ്രായമായെങ്കിലും ഉമ്മച്ചിയുടെ കണ്ണിൽ അവർ ഇപ്പോഴും പഴയ ആ കൊച്ചുകുട്ടികളാണ്. അവരുടെ ഓരോ ഇഷ്ടങ്ങളും അറിഞ്ഞു പെരുമാറുന്നതിൽ ഉമ്മച്ചിക്ക് ഇപ്പോഴും മടുപ്പില്ല. വീടിന് പിന്നിലെ വിശാലമായ പറമ്പിൽ ഒരുപാട് ഔഷധച്ചെടികൾ ഉമ്മച്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ഒരു ചെറിയ തുമ്മൽ വന്നാൽ പോലും ഉമ്മച്ചി ഉടനെ പറമ്പിലേക്ക് ഓടും. പച്ചമരുന്നുകൾ അരച്ച് അവർക്ക് കൊടുക്കും. ഇതൊക്കെയാ മക്കളെ യഥാർത്ഥ മരുന്ന് എന്ന് പറഞ്ഞ് അവർ മക്കളുടെ തലയിൽ തലോടും. ആ കൈകളുടെ സ്പർശനത്തിൽ തന്നെ പകുതി അസുഖവും മാറുമെന്ന് മക്കൾ തമാശയായി പറയും. സ്നേഹവും കരുതലും ചേർത്ത് വെച്ച ആ ചികിത്സാ രീതികൾ ഇന്നും ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാണ്. നാട്ടിലെ പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളും വരുമ്പോൾ ആ തറവാട് അതിഥികളെ കൊണ്ട് നിറയും. ആര് വന്നാലും അവർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കാതെ ഉമ്മച്ചി വിടാറില്ല. അതിഥികൾ ദൈവത്തെ പോലെയാണ് എന്നാണ് അവർ എപ്പോഴും പറയാറുള്ളത്. ആ വലിയ വരാന്തയിൽ പായ വിരിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഥകൾ പറയുന്ന ആ രാത്രികൾക്ക് വല്ലാത്തൊരു ചന്തമാണ്. പഴമയുടെ മണമുള്ള ആ നിമിഷങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ബന്ധങ്ങൾ എങ്ങനെ കാത്തുസൂക്ഷിക്കണമെന്ന് ആ ഉമ്മച്ചി ഓരോ പ്രവൃത്തിയിലൂടെയും കാണിച്ചു തരുന്നു. പഴയ കാലത്തെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഉമ്മച്ചിയുടെ മുഖത്ത് ഒരു ചെറിയ ഗൗരവം വരും. അന്ന് മക്കളെ പഠിപ്പിക്കാനും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാനും വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ അവർ ആരോടും അധികം പങ്കുവെക്കാറില്ല. എങ്കിലും മക്കൾക്കറിയാം, തങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾക്കെല്ലാം പിന്നിൽ ആ ഉമ്മച്ചിയുടെ കണ്ണീരും പ്രാർത്ഥനയും ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് കോണിലായാലും ഉമ്മച്ചിയുടെ ഒരു വിളി വന്നാൽ മക്കളെല്ലാം മറന്ന് ആ തറവാട്ടിലേക്ക് ഓടിയെത്തും. ആ സ്നേഹത്തിന്റെ കാന്തവലയത്തിൽ നിന്നും ആർക്കും വിട്ടുനിൽക്കാൻ കഴിയില്ല. തറവാടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ ഉമ്മച്ചി ഇടയ്ക്കിടെ ആ വലിയ ഗേറ്റിന്റെ അടുത്തേക്ക് നോക്കും. മക്കൾ വരുമെന്ന പ്രതീക്ഷ എപ്പോഴും ആ കണ്ണുകളിലുണ്ടാകും. പ്രവാസിയായ മകൻ വിളിക്കുമ്പോൾ ഉമ്മച്ചി ഫോണിലൂടെ ഓരോ കാര്യങ്ങളും വിശദമായി ചോദിച്ചറിയും. അവിടെ നല്ലോണം ഭക്ഷണം കഴിക്കണേ, പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന ആ പതിവ് ഉപദേശങ്ങൾ മക്കളുടെ ഉള്ളിൽ വലിയൊരു സമാധാനം നിറയ്ക്കും. തന്റെ മക്കൾക്ക് വേണ്ടി നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആ മനസ്സാണ് ആ വീടിന്റെ കാവൽ വിളക്ക്. മരുമക്കൾക്കും ഖദീജുമ്മ ഒരു ഉമ്മയെപ്പോലെ തന്നെയാണ്. വീട്ടുവിശേഷങ്ങളും പാചകതന്ത്രങ്ങളും അവർ മരുമക്കൾക്ക് പറഞ്ഞുകൊടുക്കും. ബന്ധങ്ങൾ വിട്ടുപോകരുത്, എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കണം എന്ന് അവർ എപ്പോഴും ഉപദേശിക്കും. കുടുംബത്തിലെ ഓരോ ചെറിയ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഉമ്മച്ചിയുടെ ഒരു വാക്ക് മതിയാകും. ആ അധികാരത്തിന് പിന്നിൽ വലിയൊരു സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ആ വാക്കിനെ മറികടക്കാറില്ല. ആ തറവാട് ഇന്നും തകർന്നു പോകാതെ നിൽക്കുന്നത് ആ ഒത്തൊരുമ കൊണ്ടാണ്. പേരക്കുട്ടികൾ അവധിക്കാലത്ത് വരുമ്പോൾ തറവാട് ഒരു ഉത്സവപ്പറമ്പ് പോലെയാകും. അവർ ഉമ്മച്ചിയുടെ പഴയ പെട്ടികൾ തുറന്ന് അതിലെ അത്ഭുതങ്ങൾ തേടി നടക്കും. അവർക്ക് വേണ്ട പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഉമ്മച്ചിക്ക് വലിയ ഉത്സാഹമാണ്. കുട്ടികളുടെ കുസൃതികൾ കണ്ട് ചിരിക്കുന്ന ഉമ്മച്ചിയുടെ മുഖം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവർക്ക് പഴയ നാടൻ കളികൾ പഠിപ്പിച്ചു കൊടുക്കാനും വൈകുന്നേരങ്ങളിൽ അവരെയും കൂട്ടി പുഴവക്കത്ത് നടക്കാൻ പോകാനും ഉമ്മച്ചി സമയം കണ്ടെത്തും. പുതുതലമുറയ്ക്ക് പഴമയുടെ പാഠങ്ങൾ പകർന്നു നൽകുന്ന ആ വലിയ മനസ്സ്.
തറവാടിന്റെ ചുവരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയ ഫോട്ടോകളിലേക്ക് നോക്കുമ്പോൾ ഉമ്മച്ചിയുടെ കണ്ണുകൾ ഈറനണിയും. മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അവർക്ക് വലിയൊരു നൊമ്പരമാണ്. എങ്കിലും മക്കൾക്ക് മുന്നിൽ അവർ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും. തന്റെ സങ്കടങ്ങൾ ആരെയും അറിയിക്കാതെ എല്ലാവർക്കും സന്തോഷം മാത്രം നൽകാൻ അവർ ശ്രമിക്കുന്നു. ആ വലിയ മനസ്സിന്റെ കരുത്താണ് ആ കുടുംബത്തിന്റെ വിജയം. രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും ഉമ്മച്ചി മെല്ലെ എഴുന്നേറ്റ് ഓരോ മുറിയിലും പോയി മക്കൾ സുഖമായി ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തും. മഴക്കാലം വരുമ്പോൾ തറവാടിന്റെ മുറ്റത്ത് വെള്ളം നിറയും. ആ മഴവെള്ളത്തിലേക്ക് നോക്കിയിരിക്കാൻ ഉമ്മച്ചിക്ക് വലിയ ഇഷ്ടമാണ്. പഴയ മഴയോർമ്മകൾ അവർ മക്കൾക്ക് പങ്കുവെക്കും. തോണിയുണ്ടാക്കി വെള്ളത്തിലിട്ട ആ കുട്ടിക്കാലം അവർക്കിന്നും പ്രിയപ്പെട്ടതാണ്. പ്രകൃതിയുമായുള്ള ആ അഗാധമായ ബന്ധം മക്കളിലും അവർ വളർത്തിയെടുത്തു. മുറ്റത്തെ മരങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികൾ പോലും ഉമ്മച്ചിയുടെ ചങ്ങാതിമാരാണ്. അവർക്ക് കൊടുക്കാൻ അല്പം ധാന്യങ്ങൾ എപ്പോഴും ഉമ്മച്ചിയുടെ കയ്യിലുണ്ടാകും. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ ആ തറവാട് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലം മാറുമ്പോഴും മാറ്റമില്ലാതെ തുടരുന്ന ഒരേയൊരു കാര്യം ആ ഉമ്മച്ചിയുടെ സ്നേഹമാണ്. ആ തണലിൽ ഇരിക്കാൻ കഴിഞ്ഞതാണ് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മക്കൾ വിശ്വസിക്കുന്നു. എത്ര വലിയ തിരക്കിലായാലും മാസത്തിലൊരിക്കലെങ്കിലും എല്ലാവരും ആ തറവാട്ടിൽ ഒത്തുചേരും. അവിടെ ആ ഉമ്മറത്തെ ഖദീജമ്മ കാത്തിരിക്കുന്നുണ്ടാകും തന്റെ മക്കളെയും പേരക്കുട്ടികളെയും സ്വീകരിക്കാൻ. തറവാടിന്റെ അടുക്കളയിലെ അമ്മിയിൽ അരയ്ക്കുന്ന മണവും വിറകടുപ്പിൽ നിന്നും ഉയരുന്ന പുകയും ആ വീടിന്റെ ജീവശ്വാസം പോലെയാണ്. ഉമ്മച്ചി ഉണ്ടാക്കുന്ന സുലൈമാനിയുടെ ആ രുചി മറ്റെവിടെയും കിട്ടില്ലെന്ന് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. സന്ധ്യാനേരത്ത് ഉമ്മറത്തിരുന്ന് അവർ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ആ വീടിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കുന്നു. നന്മയുടെയും കരുണയുടെയും ഉറവിടമായി ആ തറവാട് എന്നും നിലനിൽക്കും. സ്നേഹത്തിന്റെ ഈ വലിയ പാഠപുസ്തകം വരും തലമുറകൾക്കും ഒരു വഴികാട്ടിയാകും. ഓരോ മകന്റെയും മകളുടെയും ഉയർച്ചയിൽ ഉമ്മച്ചിക്ക് വലിയ അഭിമാനമുണ്ട്. എങ്കിലും അവർക്ക് ഏറ്റവും വലിയ സന്തോഷം മക്കൾ എല്ലാവരും സ്നേഹത്തോടെ ഒന്നിച്ചു നിൽക്കുന്നതാണ്. മണ്ണും പണവുമല്ല മക്കളെ, മനുഷ്യബന്ധങ്ങളാണ് വലുത് എന്ന് അവർ എപ്പോഴും ഓർമ്മിപ്പിക്കും. ആ വലിയ സത്യം മക്കളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. സ്നേഹത്തിന്റെ ഈ തറവാട് ഇനിയും ഒരുപാട് കാലം ഇതേപോലെ പ്രകാശിക്കട്ടെ. അവിടെ ആ സ്നേഹത്തണലിൽ ഖദീജുമ്മ എന്നും ഐശ്വര്യമായി ഇരിക്കട്ടെ. പ്രാർത്ഥനകളും സ്നേഹവും നിറഞ്ഞ ആ ജീവിതം എല്ലാവർക്കും എന്നും ഒരു പ്രചോദനമാണ്. മുറ്റത്തെ മാമ്പൂക്കളുടെ മണവും ഉമ്മച്ചിയുടെ വാത്സല്യവും ആ വീടിനെ സ്വർഗമാക്കുന്നു. തറവാടിന്റെ ഉമ്മറത്ത് സന്ധ്യാനേരം വിളക്ക് തെളിയുമ്പോൾ ഒരു പ്രത്യേക ശാന്തതയാണ്. ഖദീജുമ്മ മുറ്റത്തെ തുളസിത്തറയ്ക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥനകൾ ചൊല്ലും. ആ സമയത്ത് വീടിനകത്ത് മക്കളും പേരക്കുട്ടികളും ഒത്തുകൂടും. പണ്ട് കാലത്തെ കരിവിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നു പഠിച്ചിരുന്ന ആ പഴയ കാലം ഉമ്മച്ചി മക്കൾക്ക് വിവരിച്ചു കൊടുക്കും. ഇന്നത്തെ കാലത്തെ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും അന്ന് മനസ്സിൽ വലിയ സമാധാനമായിരുന്നു എന്നവർ പറയും. ആ വാക്കുകളിൽ ഒരു വലിയ സത്യമുണ്ടെന്ന് മക്കൾക്കും തോന്നും. സ്നേഹബന്ധങ്ങൾക്കും ഒത്തൊരുമയ്ക്കും വില നൽകിയ ആ പഴയ കാലത്തെ അവർ ഇന്നും ആദരവോടെയാണ് കാണുന്നത്. ഓരോ തവണയും നാട്ടിലെ തറവാട്ടിലേക്ക് വരുമ്പോൾ മക്കൾക്ക് കിട്ടുന്ന ആ ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ജോലിയിലെ ടെൻഷനുകളിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം ഉമ്മച്ചിയുടെ മടിയിൽ തല ചായ്ച്ചു കിടക്കുന്നതാണ്. എന്താടാ മോനെ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഉമ്മച്ചി ചോദിക്കുമ്പോൾ മക്കളുടെ എല്ലാ സങ്കടങ്ങളും പെയ്തു തീരും. ഉമ്മച്ചിയുടെ ആ കൈകളുടെ സ്പർശനത്തിന് ഏതൊരു മരുന്നിനേക്കാളും വലിയ ശക്തിയുണ്ട്. സ്നേഹത്തിന്റെ ആ തണലിൽ ഇരിക്കുമ്പോൾ തങ്ങൾ ഇന്നും ആ പഴയ കൊച്ചുകുട്ടികളാണെന്ന് അവർക്ക് തോന്നും. തറവാടിന്റെ അറ്റത്തുള്ള പഴയ മരപ്പെട്ടികളിൽ ഇന്നും വിസ്മയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഉമ്മച്ചിയുടെ കല്യാണത്തിന് കിട്ടിയ പഴയ ആഭരണങ്ങളും മക്കളുടെ ആദ്യത്തെ ഉടുപ്പുകളും പഴയ ഫോട്ടോ ആൽബങ്ങളും എല്ലാം അവിടെ ഭദ്രമാണ്. ഓരോ അവധിക്കാലത്തും പേരക്കുട്ടികൾ ഈ പെട്ടികൾ തുറന്ന് പരിശോധിക്കുന്നത് ഒരു പതിവാണ്. ഓരോ ഫോട്ടോയും എടുത്ത് ഉമ്മച്ചി അവരോട് ഓരോ കഥകൾ പറയും. ഇത് നിന്റെ ഉപ്പച്ചിയാണ്, ഇത് നിന്റെ വലിയമ്മയാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും പരിചയപ്പെടുത്തും. അങ്ങനെ ആ തറവാടിന്റെ ചരിത്രം ഓരോ തലമുറയിലേക്കും കൈമാറപ്പെടുന്നു. മുറ്റത്തെ വലിയ മാവിൻ ചുവട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നത് മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ ഇരുന്ന് ഉമ്മച്ചി ഉണ്ടാക്കുന്ന ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. വൈകുന്നേരത്തെ വെയിൽ ആ മുറ്റത്ത് വീഴുമ്പോൾ മാമ്പൂക്കളുടെ മണം അന്തരീക്ഷത്തിൽ നിറയും. ആ മാവ് ഉമ്മച്ചിയെ പോലെ തന്നെയാണ് എല്ലാവർക്കും തണലും ഫലങ്ങളും നൽകി അവിടെ നിലകൊള്ളുന്നു. കാറ്റിൽ ഇലകൾ അനങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ മരങ്ങൾ തമ്മിൽ എന്തോ വർത്തമാനം പറയുന്നതാണെന്ന് പേരക്കുട്ടികൾക്ക് തോന്നും. ആ തറവാടും അവിടുത്തെ പ്രകൃതിയും അത്രമേൽ മനോഹരമാണ്. കുടുംബത്തിലെ ഏതൊരു ചടങ്ങും ഉമ്മച്ചിയുടെ നേതൃത്വത്തിലാണ് നടക്കുക. വിവാഹമായാലും കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടായാലും ഉമ്മച്ചിയുടെ അനുഗ്രഹമില്ലാതെ ഒന്നും നടക്കില്ല. എല്ലാവരെയും വിളിക്കണം, ആരെയും ഒഴിവാക്കരുത് എന്ന് ഉമ്മച്ചി നിർബന്ധം പിടിക്കും. ബന്ധുക്കളും അയൽക്കാരും എല്ലാം ആ തറവാട്ടിലെ അംഗങ്ങളെ പോലെയാണ്. അവിടെ സ്നേഹം കൊടുക്കാനും
വാങ്ങാനും ആരും മടിക്കാറില്ല. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ആര് വന്നാലും അവർക്ക് സന്തോഷത്തോടെ ഉമ്മച്ചി വിളമ്പിക്കൊടുക്കും. ആ വലിയ മനസ്സിന്റെ നന്മയാണ് ആ കുടുംബത്തിന്റെ ഐശ്വര്യം. മഴ പെയ്യുമ്പോൾ തറവാടിന്റെ ഓടിനു മുകളിൽ വീഴുന്ന താളം കേൾക്കാൻ വല്ലാത്തൊരു രസമാണ്. ജനലിലൂടെ പുറത്തെ മഴ നോക്കിയിരിക്കുമ്പോൾ ഉമ്മച്ചി പഴയ പാട്ടുകൾ പാടും. മക്കൾക്കും പേരക്കുട്ടികൾക്കും ആ സംഗീതം കേൾക്കുമ്പോൾ മനസ്സിൽ കുളിർമ തോന്നും. കളിമൺ പാത്രത്തിൽ ചുട്ടെടുക്കുന്ന അപ്പവും തേങ്ങാപ്പാലും കൂട്ടി മഴയത്ത് കഴിക്കുന്ന ആ സുഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഉമ്മച്ചിയുടെ കൈപുണ്യം ഓരോ വിഭവത്തിലും നിറഞ്ഞു നിൽക്കും. ആ രുചികൾ മക്കളുടെ ഓർമ്മകളിൽ സ്നേഹത്തിന്റെ മണമായി എന്നും ഉണ്ടാകും. പ്രവാസത്തിന്റെ ദൂരങ്ങളിൽ നിന്നും മക്കൾ വിളിക്കുമ്പോൾ ഉമ്മച്ചി ഫോണിലൂടെ ഓരോ വിശേഷങ്ങളും ചോദിച്ചറിയും. മക്കളെ, നിങ്ങൾ തമ്മിൽ എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കണം എന്ന ആ ഉപദേശം അവർ ഒരിക്കലും മറക്കാറില്ല. ആ തറവാട് ഒരു വീട് മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു പാഠശാലയാണത്. ഖദീജുമ്മ എന്ന ഉമ്മച്ചിയാണ് അവിടുത്തെ പ്രധാന അധ്യാപിക. ജീവിതത്തിലെ ഓരോ വലിയ പാഠങ്ങളും അവർ മക്കൾക്ക് ലളിതമായി പഠിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിന്റെ സായന്തനത്തിൽ ഉമ്മച്ചി തന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വലിയ സംതൃപ്തി അവർക്ക് തോന്നും. നല്ലൊരു കുടുംബം, സ്നേഹമുള്ള മക്കൾ, മിടുക്കരായ പേരക്കുട്ടികൾ, ഇതിൽ കൂടുതൽ എന്തു വേണം എന്ന് അവർ ചിന്തിക്കും. 5 വർഷം മുമ്പ് വിട്ടുപോയ ഉപ്പയെ ഓർക്കുമ്പോൾ ഒരു നിമിഷം ആ കണ്ണുകൾ നിറയും. എങ്കിലും മക്കൾക്ക് വേണ്ടി അവർ കരുത്തോടെ നിൽക്കുന്നു. ആ തറവാടിന്റെ ഓരോ കോണിലും ആ സ്നേഹത്തിന്റെ സാന്നിധ്യം ഇന്നുമുണ്ട്. ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആ വലിയ മനസ്സിന് മുന്നിൽ എല്ലാവരും ശിരസ് നമിക്കുന്നു. പേരക്കുട്ടികൾക്ക് വേണ്ടി ഉമ്മച്ചി ചെറിയ തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അവർ നട്ടുപിടിപ്പിക്കുന്ന ഓരോ ചെടിക്കും ഉമ്മച്ചി വെള്ളമൊഴിക്കും. ഇത് നിന്റെ ചെടിയാണ്, ഇത് വേഗത്തിൽ വളരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും. കൃഷിയോടും മണ്ണോടുമുള്ള ആ സ്നേഹം വരും തലമുറകളിലും അവർ വളർത്തിയെടുക്കുന്നു. മുറ്റത്തെ ചീരയും വെണ്ടയ്ക്കയുമെല്ലാം ഉമ്മച്ചിയുടെ അധ്വാനത്തിന്റെ ഫലമാണ്. വിഷമില്ലാത്ത പച്ചക്കറികൾ മക്കൾക്ക് നൽകാൻ അവർക്ക് വലിയ താല്പര്യമാണ്. ആ അധ്വാനശീലമാണ് ആ പ്രായത്തിലും അവരെ ആരോഗ്യവതിയായി നിലനിർത്തുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ ആ തറവാട് ഉറങ്ങുമ്പോഴും ഉമ്മച്ചിയുടെ പ്രാർത്ഥനകൾ അവിടെ പ്രതിധ്വനിക്കും. മക്കളുടെ ഓരോ ഉയർച്ചയ്ക്കും പിന്നിൽ ആ പ്രാർത്ഥനകളുടെ കരുത്തുണ്ട്. സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവ് പോലെ ആ വീടിന് മുകളിൽ സ്നേഹം ചിറക് വിരിച്ചു നിൽക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലും എത്ര ലോകം മാറിയാലും ആ തറവാടിന്റെ മഹിമ മാറില്ല. അത് സ്നേഹത്തിന്റെ ഒരു മഹാസാമ്രാജ്യമായി എന്നും നിലനിൽക്കും. ഖദീജുമ്മ എന്ന ഉമ്മച്ചിയുടെ സ്നേഹത്തണലിൽ ആ കുടുംബം എന്നും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും മുന്നോട്ടു പോകും. സ്നേഹത്തിന്റെ ഈ വലിയ തറവാട് എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ചാണ്. തറവാടിന്റെ ഓരോ ജനൽവാതിലുകളും തുറക്കുമ്പോൾ വരുന്ന ആ ശുദ്ധവായുവിന് ഒരു പ്രത്യേക സുഗന്ധമാണ്. അത് ഉമ്മച്ചിയുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സുഗന്ധമാണ്. ആ തണലിൽ ഇരിക്കാൻ കഴിയുന്ന ഓരോ നിമിഷവും ഒരു അനുഗ്രഹമാണ്. ജീവിതയാത്രയിൽ എവിടെ എത്തിയാലും ആ തറവാട്ടിലെ പൂമുഖത്തേക്ക് മടങ്ങി വരാൻ മക്കൾ കൊതിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ സ്നേഹത്തിന്റെ വിളക്കുമായി കാത്തിരിക്കുന്ന ഉമ്മച്ചി തന്നെയാണ് ആ കുടുംബത്തിന്റെ യഥാർത്ഥ നിധി. ആ നിധി കാത്തുസൂക്ഷിക്കാൻ അവർ എല്ലാവരും എന്നും ഒപ്പമുണ്ടാകും. സ്നേഹത്തിന്റെ ഈ മനോഹരമായ കഥ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. മക്കളുടെയും പേരക്കുട്ടികളുടെയും ഉള്ളിൽ ആ ഉമ്മച്ചി പകർന്നു നൽകിയ സ്നേഹത്തിന്റെ വെളിച്ചം എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കും. ഈ തറവാട് സ്നേഹത്തിന്റെ ഒരു അനശ്വര സ്മാരകമായി എന്നും നിലനിൽക്കട്ടെ. മുറ്റത്തെ തെങ്ങുകൾ തലയാട്ടുമ്പോഴും കിളികൾ പാടുമ്പോഴും ആ വീട് സ്നേഹത്തിന്റെ പുതിയ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാലം എത്ര മാറിയാലും ലോകം എത്ര പുരോഗതി പ്രാപിച്ചാലും സ്നേഹത്തിന്റെ ഈ വലിയ തറവാടും അവിടുത്തെ സ്നേഹനിധിയായ ഉമ്മച്ചിയും ഒരു തീരാത്ത ഓർമ്മയായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. ബന്ധങ്ങളുടെ ഇഴയെടുപ്പവും വിട്ടുവീഴ്ചയുടെ ഗുണവും പ്രാർത്ഥനയുടെ കരുത്തും ആ ഉമ്മച്ചിയിൽ നിന്നാണ് ആ കുടുംബം പഠിച്ചത്. ആ വലിയ ചാരുകസേരയിൽ ഇന്നും ഖദീജുമ്മ ഇരിക്കുന്നുണ്ടാകാം, തന്റെ മക്കളെയും പേരക്കുട്ടികളെയും കാത്ത് അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്. സ്നേഹത്തിന്റെ തണൽ വിരിക്കുന്ന ആ വലിയ മരം ഉള്ളിടത്തോളം കാലം ആ വീടിന് ഒരു പോറലും ഏൽക്കില്ല. ആ തറവാട് ഇന്നും ഒരു സ്വർഗമായി നിലകൊള്ളുന്നു, വരും തലമുറകൾക്ക് സ്നേഹത്തിന്റെ വഴിവിളക്കായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്നേഹബന്ധങ്ങളുടെയും തറവാടിന്റെയും ഈ കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ പഴയകാല ഓർമ്മകളെയും കുടുംബ ബന്ധങ്ങളെയും കുറിച്ചുള്ള ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.